എല്ലാരും ഒടുങ്ങി. ഏതായാലും നമ്മുടെ കൊച്ചമ്മ രക്ഷപ്പെട്ടു. എല്ലാവരും കുറെ കൂടി പോകുന്നുണ്ട്. ജാനകി, ഇവിടെ നേരെ ഞങ്ങളുടെ സാധനങ്ങൾ എല്ലായിടത്തും വണ്ടി കയറ്റ്. ഇനി ഒരു നിമിഷം ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. എന്താ ഗോപാല, എന്തുണ്ടായി? എന്തുണ്ടായെന്നോ? ചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങേർക്ക് മാനക്കൾ ഉണ്ടാകണ്ട എന്ന് വിചാരിച്ചാ ഞാൻ മാറി താമസിച്ചത്. പിന്നെ ഈ വസ്തുക്കളൊക്കെ ഒന്ന് നോക്കുക അന്വേഷിക്കാൻ ചെയ്യാൻ വേണ്ടി ചേർത്തിയമ്മയുടെ ആവശ്യപ്രകാരമല്ലേ ഞാൻ വീണ്ടും ഇവിടെ വന്ന് താമസിച്ചത്. അതിനിപ്പോ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചെന്നോ? നമ്മുടെ നിലം പാട്ടത്തിന് എടുത്തിട്ടില്ലേ ഒരുത്തൻ? ആരാ? ഗോവിന്ദനോ ഗോപാലനോ? എനിക്കറിയാൻ മേല. ഞാൻ നിലത്തോട്ട് കാലെടുത്ത് വെച്ചില്ല. അവൻ എന്തെല്ലാം പറയുന്നറിയോ? മാധവി ഞാനും ആരാണെന്ന് അറിയാതെ പോലും ഞങ്ങളെ അങ്ങേയറ്റം ആക്ഷേപിച്ചു. ഗോപാലൻ വിഷമിക്കണ്ട, ഞാൻ അയാളെ എങ്ങോട്ട് വിളിപ്പിക്കാം. വേണ്ട, അയാള് പറഞ്ഞത് ശരിയല്ലേ. എനിക്കിവിടെ എന്ത് അധികാരം ഉള്ളത്? ഇതെല്ലാം ചേട്ടന്റെ വകയല്ലേ. ഇതിന്റെ നടത്തിപ്പുകാരനായിട്ട് പോലും എന്നെ കാണാൻ ജനങ്ങൾ കഴിയുന്നില്ല. അതും പോട്ടെ, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉത്തരവാദിത്വപരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നു? അതുമില്ല. നിലത്തിലൊരു പമ്പ് സെറ്റ് വെക്കാനോ ബ്ലോക്കിൽ പോയി വിത്തും വളം മേടിക്കാനോ എനിക്ക് വല്ല അധികാരമുണ്ടോ? ചേർത്തിയമ്മയ്ക്ക് ഇതിൽ ഇറങ്ങി പോകാൻ സാധിക്കുമോ? അതിന് വഴിയുണ്ടാക്കാം. ശങ്കരനായരെ, ആ വക്കീൽ സാറിനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയും. ബാബുമോൻ മേജറാവുന്നത് വരെ ഭവാനിയമ്മക്ക് അവകാശപ്പെട്ട സകല സ്വത്തുക്കളും നോക്കി നടത്തുവാനുള്ള ഉത്തരവാദിത്വം ഈ പത്രം വഴി ഗോപാലിനെ ഏൽപ്പിക്കുകയാണ്. ഗോപാലിനെ ഒരു വലിയ ചുമതലയാണ് ചേട്ടത്തിയമ്മ ഏൽപ്പിച്ചിരിക്കുന്നത്. വക്കീൽ സാർ പേടിക്കണ്ട. ഗോപാലൻ ആരാണെന്നുള്ള കാര്യം ഇനി ചേട്ടത്തിയമ്മ മനസ്സിലായിക്കോളും. തൊലഞ്ഞു, എല്ലാം തൊലഞ്ഞു, നശിച്ച് നാരായണക്കല്ല് പിടിച്ചു. എന്താണ് പറഞ്ഞേ? പോയ ഗ്രഹണം തിരിച്ചു വന്നു. ഇനി ഇവിടെയുള്ള എല്ലാ നീർക്കോലിയും പത്തിയെടുക്കും. സിനിമ എപ്പോഴാ തുടങ്ങുന്നേ? 9:30 രണ്ടാമത്തെ കളി. ഓ, ഇപ്പൊ തന്നെ 9:30 അതെങ്ങനാ? ഇവിടെ വന്നേ പിന്നെ ഈ വീട്ടിലെ 1000 കൂട്ടം കാര്യങ്ങൾ അങ്ങേര് തന്നെ നോക്കണം. പിന്നെ വേണ്ടേ കൊച്ചമ്മയുടെ കാര്യം? ഒടിഞ്ഞൊരു വീട്ടുകാര്യം. എന്നാ മണി പിടിക്കൂ. ഓ, പിന്നെ ഒരു നിമിഷം. നമ്മൾ നാണു അയൽക്കാരനെ തല്ലി എന്നുള്ളതാണ് സത്യം. അതിനാ അവനെ അറസ്റ്റ് ചെയ്തത്. അവൻ ഇവിടുത്തെ വേലക്കാരനാണെന്ന് അറിഞ്ഞപ്പോ എന്റെ കൂടെ തന്നെ ഈ പറഞ്ഞു. അപ്പോ ഗോപാലൻ പോയത് നന്നായി. അയ്യോ, നന്നായൊന്നു. സിനിമയ്ക്ക് വന്ന് താമസിച്ചല്ലേ? വാപ്പാ, ഇനി എന്തിനാ സിനിമ? ലവ് സീനും കുറെ കഴിഞ്ഞാൽ കിടക്കമുറി സീൻ വരെ ഇവിടെ തന്നെ കാണാമല്ലോ. മാധവി, അരിശം വരുന്നു. എന്റെ കാര്യം നോക്കാൻ ഇവിടെ ആരുമില്ല. ഭർത്താവ് എത്താനെന്താ? അനിയക്കാരുണ്ടല്ലോ, കൊഞ്ചാനും തൊള്ളാനും ഒക്കെ. ഇനി അവിടെ തന്നെ ചെന്ന് കിടന്നു. എന്തിനാണമ്മ ഇന്ന് വിശേഷ പൂജ? ഇന്ന് എന്റെ ബാബുവിന്റെ പിറന്നാളല്ലേ ശങ്കരനാരെ? ഇന്നെന്റെ ബർത്ത്ഡേ ആണല്ലേ അമ്മേ? അതാണ് ഈ വിശേഷ പൂജ. എനിക്കെന്ന് കേക്ക് മുറിക്കണം. ഈ കൊല്ലം നമുക്ക് പൂജ മതി മോനെ. അടുത്ത പിറന്നാളിന് നമുക്ക് കേക്ക് മുറിക്കാം. എനിക്ക് ഇന്ന് കേക്ക് മുറിക്കണം. അച്ഛനുണ്ടായിരുന്നെങ്കിൽ കേക്ക്, ബലൂൺ, സീറ്റ്, കളിപ്പാട്ടം ഒക്കെ വാങ്ങി തന്നെ. എനിക്കെന്ന് കേക്ക് മുറിക്കണം. വലിയ കേക്ക് വേണം. എല്ലാം വൈകുന്നേരത്താവാം. മോന് സ്കൂളിൽ പോവാൻ നേരമായില്ലേ? ചെല്ല, വാ മോനെ, സ്കൂളിൽ പോവാൻ നേരമായില്ലേ? അനിയൻ കുഞ്ഞിനൊരു ഉമ്മ ഉമ്മ ഉമ്മ. ആ മോനെ. അമ്മാവാ, അനിയൻ കുഞ്ഞിന്റെ ബർത്ത്ഡേ എപ്പോഴാണ് അമ്മാവാ? അത് പറഞ്ഞിട്ടല്ലേ മോനെ പറയാൻ പറ്റൂ. വാ മോനെ, നമുക്ക് പോകാം. കേക്ക് വാങ്ങിക്കാൻ മറക്കരുത് കേട്ടോ. ഇല്ല മോനെ. ഇന്ന് അവന്റെ പിറന്നാളാണെന്ന് അവനെ അറിയിക്കരുതായിരുന്നു ശങ്കരൻ നായരെ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ കൊച്ചമ്മേ.
ഇന്ന് വൈകിട്ട് എങ്ങനെ ആഘോഷിക്കാനാ ശങ്കരൻ നായരെ? അവന്റെ അച്ഛൻ ഈ വീട്ടിൽ ഇനി എന്താഘോഷിക്കാനാ? മാസങ്ങൾ പോലും ആയില്ല. അതിനിടയിൽ ഇല്ല, ഒരിക്കലുമില്ല. ഈ വീട്ടിൽ ഇനി ഒരു ആഘോഷവും പാടില്ല. അമ്പലത്തിൽ പോയി ബാബുമോന് വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്തിയേക്കാം, അത് മതി. പിന്നെ ഒന്നിങ്ങി വരണം. കുഞ്ഞമ്മ ടാറ്റ. ടാറ്റ പറയാനായിരിക്കുന്നു. പിന്നെ ഇന്നിന്റെ ബർത്ത്ഡേ ആണ്. നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കണം. ബർത്ത്ഡേയോ? ആ, ഇന്നോ? എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഓ, അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു. ശരി, എന്ന് നടക്കട്ടെ. എടി ജാനകി, പിന്നെ വലിയൊരു കേക്ക് വാങ്ങിക്കണം. ആ എടി, 3 വക പ്രഥമം വേണം. പാൽപായസം, അടപ്രഥമൻ, കൊച്ചമ്മ, ഈ വീട്ടിൽ വെച്ച് ഇപ്പോഴിതൊക്കെ വേണം. എന്താടി ഇത് നിന്റെ മറ്റവന്റെ വീടാണോ? ദേ പറയുന്ന പോലെ കേട്ടോണം. മാധവി, ജാനകി പറഞ്ഞത് അദ്ദേഹം മരിച്ചിട്ട്. ആരുടെ അദ്ദേഹം? ചേടാ, ഒരു ഭർത്താവ് യത്തെന്നും പറഞ്ഞ് ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം കടന്ന് കരയണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ കാണുന്നുണ്ട് ഓരോരുത്തർ എത്ര നേരമാ കടന്ന് കരയുന്നതെന്ന്. എന്തിനാ മാധവി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അയ്യോടാ, ഇനിയിപ്പം അയ്യോ എന്നെ കൊല്ലുന്നേ എന്നും പറഞ്ഞ് കടന്ന് വിളിച്ചു പോവില്ലേ പെണ്ണുപിള്ള? ഞാൻ അമ്മ എങ്ങോട്ട് പറഞ്ഞതാ ഈ ശവപ്പറമ്പിൽ എന്നെ എങ്ങോട്ടെങ്കിലും കെട്ടിയെടുത്തോണ്ട് പോവാൻ. ചേട്ടത്തിയമ്മേ, അവളോട് നടക്കട്ടെ, എന്ത് വേണമെങ്കിലും നടക്കട്ടെ. ഞാൻ കാരണം ആരും വിഷമിക്കണ്ട. എന്താ അടിച്ചു പോയോ? ഞാൻ മാധവിയാണ്. ഓ, ഇപ്പൊ കച്ചവടം ചൂട് പിടിച്ച് നടക്കുന്ന സമയമായിരുന്നല്ലേ? പിന്നെ ഞാൻ വിളിച്ചത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് എന്റെ ബംഗ്ലാവിലേക്ക് വരണം. എന്റെ ബർത്ത്ഡേ ആണ്. എടാ, എന്താ കാണിച്ചത്? എടാ, ആര് പറഞ്ഞു കേക്ക് മുറിക്കാൻ? ആഹാ, നിനക്ക് മുറിക്കാനുള്ള കേക്ക് നിന്റെ അച്ഛൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ചുടുകാട്ടിൽ. നീ ഒരു സ്ത്രീയാണോടി? ഒരു കൊച്ചു കുഞ്ഞിനെ മൃഗത്തെ പോലെ ഇങ്ങനെ തല്ലാൻ? ഒരു കൊച്ചു കുഞ്ഞ് തെറ്റി വെച്ചാ പോരാ, മര്യാദയ്ക്ക് വളർത്താൻ പഠിക്കണം. അവൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? എന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു വെച്ച കേക്ക് അവൻ വന്ന് മുറിച്ചു. അത്രയല്ലേ ഉള്ളൂ? ഇന്ന് അവന്റെയും പിറന്നാളാ. കേക്ക് കണ്ടപ്പോ അവന് വാങ്ങിച്ചു വെച്ചതാണെന്ന് വിചാരിച്ച് മുറിച്ചു കാണും. അതിന് അവന്റെ തന്ത വാങ്ങിച്ചു വെച്ച കേക്ക് പോയി മുറിക്കണം. ഗോപാല, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അച്ഛനില്ലാത്തൊരു കുഞ്ഞിന്റെ പിറന്നാളാണ്. ആ സ്ഥാനത്ത് നിങ്ങളൊക്കെ അല്ലാതെ മറ്റാരാ അവനുള്ളത്? കൊള്ളാമല്ല പമ്പർമാരെ. ആദ്യം കൊച്ചിന് അച്ഛൻ, പിന്നെ അമ്മയ്ക്ക് നായര്. ആ പറഞ്ഞത് നിന്റെ സംസ്കാരം. എന്താ പറഞ്ഞടി? നിങ്ങളെല്ലാം വരൂ, നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. ഷോ, ഈ നശിച്ച വീട്ടിൽ നല്ലതൊന്നും നടക്കത്തില്ല. നിങ്ങളെ അവിടെ പുറത്തോ. ഗോപാല, ഇതിനാണോ നീ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? അവൾ വന്നതിലാണോ തെറ്റ്? നിങ്ങൾ ചെയ്തത് ശരിയായോ? ഈ വീട്ടിൽ ഇന്ന് നിങ്ങൾക്കുള്ള അത്ര അവകാശം നമുക്കുണ്ട്. ആ, മര്യാദയ്ക്കാണെങ്കിൽ നമുക്ക് ഒത്തുപോകാം. അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയി മോനെ, അമ്മയ്ക്ക് തെറ്റുപറ്റി. ശങ്കരനായരെ, നാളെ
ആ വക്കീൽ സാറിനോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ. പറയാം.